എത്ര മാർക്ക് ഇട്ടു? ഇപ്പോൾ നമ്മുടെ UDF ഗവൺമെന്റിന് അങ്ങ് ഇപ്പോൾ എത്ര മാർക്ക് ഇട്ട് കഴിഞ്ഞു? നമുക്ക് കാലിയായ ഒരു പാത്രമാണ് നമ്മുടെ ഈ തന്നെ ഗജനാവ് അല്ലേ, പൂച്ച പറ്റിയെടുക്കുന്ന വാക്ക് പറഞ്ഞു. അതെ, നമുക്ക് അത് കാണുമ്പോൾ നമുക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയെങ്കിലും നമുക്ക് ഏതെങ്കിലുമൊക്കെ സമയമെടുക്കും. 10 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റാത്തത് നമ്മൾക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഈ 5 വർഷവും പിന്നെയും നമ്മൾ ഈ കേരളത്തിൽ നമ്മൾ ഭരിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ പറയുന്നു കേരളം മാറും. എനിക്ക് ഏറ്റവും അഭിമാനം എന്താണെന്നറിയോ, ഏതൊരു വിഷയത്തിലും ഒരു ബുക്ക് തുറന്നോ വേറൊന്ന് ചോദിച്ചോ അല്ലാതെ ഇത്ര ധൈര്യമായിട്ട് പറയുന്ന ഒരു മുഖ്യമന്ത്രി നമുക്കൊക്കെ കുശുമ്പ കേൾക്കുമ്പോൾ. കാരണം പെർഫോമൻസ് കാണുമ്പോൾ കാരണം നമ്മൾ അന്തിച്ചിരുന്നു പോവും. ഒരു വിഷയവും നാളെ പറയാനില്ല. കേരളത്തിന്റെ ഏതൊരു വിഷയവും അന്നേരം മറുപടി. ആ മറുപടി എന്താണ്? കുറിക്കൊള്ളുന്ന മറുപടി. എന്താണ് കേരളം, എങ്ങനെയാണ് കേരളം, നാളെ കേരളം എന്താവണം, അത് വലിയൊരു ചിന്തയിലും വലിയൊരു ആഗ്രഹത്തിലും ഉണ്ടായിരിക്കുന്നതാണ്. അതിന്റെ കൂടെ നമ്മക്കൂടെ നിന്ന് പോവാൻ ദൈവം അനുഗ്രഹിച്ചാൽ കേരളം മാറും. ഒരു സംശയവും കാര്യത്തിലില്ല. പ്രതിപക്ഷത്തെ എങ്ങനെ വിലയിരുത്തുന്നു? അവരെ ഞാൻ ആദ്യമേ ഒന്ന് വിലയിരുത്തുന്നത് എന്താ അറിയോ, ഞാൻ നമ്മുടെ 102 പേരോട് പറയുന്ന ഒന്നേ ഉള്ളൂ, നമുക്ക് എന്തെങ്കിലും അഹങ്കാരം മനസ്സിൽ തോന്നിയാൽ അവരുടെ മുഖത്തോട്ട് മാത്രം നോക്കിയാൽ മതി, എല്ലാം മാറിക്കിട്ടും. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവിനെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും അങ്ങനെ ആവരുത്, ഇങ്ങനെ വേണമെന്ന്. ആ പ്രതിപക്ഷം എന്നുള്ളത് ശോഷിച്ച് ഒന്നുമല്ലാതെ ആയി വെറും 35 പേരിൽ ഒതുങ്ങിയ പ്രതിപക്ഷം അല്ലെ, എങ്ങനെ അവരായി എന്ന് നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം.